ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വഴുതനങ്ങ വെച്ചിട്ടൊരു തൈര് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ശരിക്കും ഇതൊരു ബംഗാളി ഡിഷാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വഴുതനങ്ങ നന്നായി കഴുകിയെടുത്ത് അത് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഇത്രയും മസാല തയ്യാറാക്കി വഴുതനങ്ങയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ മസാല ചേർത്ത് വെച്ച വഴുതനങ്ങ ഓരോന്നായി അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് ഭാഗവും ഒരുപോലെ ഫ്രൈ ആയാൽ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തൈരും വഴുതനങ്ങയും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി താളിച്ചൊന്ന് ചേർത്ത് കൊടുക്കണം. അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു 5 ചുവന്നുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 3 ചുവന്ന മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം വഴുതനങ്ങ കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണെങ്കിലും കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ടും കൂടി ചെയ്യണേ. മറ്റു കറികളൊന്നുമില്ലെങ്കിൽ ഈ ഒരൊറ്റ കറി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി വഴുതനങ്ങ വെച്ചിട്ടൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരി കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു വഴുതനങ്ങ ഉപ്പേരിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വഴുതനങ്ങ 4ആയിട്ട് കീറി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കഴുകി വെള്ളം വാരാൻ വെക്കണം. ഇനി ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വലിയ ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. പൊടികൾ ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം വഴുതനങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി മസാലയും വഴുതനങ്ങയും യോജിച്ച് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് വഴുതനങ്ങയിലെല്ലാം നന്നായിട്ട് മസാല യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം.
ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ ഇല്ലെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ചാലും മതി. വഴുതനങ്ങ ഉപ്പേരിയിൽ ചെറിയൊരു പുളിപ്പ് കൂടി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വഴുതനങ്ങ ഉപ്പേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതുപോലൊരു വഴുതനങ്ങ ഉപ്പേരി നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.